ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഹൈദരാബാദ് റീജിയണിലെ മാതൃവേദി അംഗങ്ങളെ, മെയ് മാസ വണക്കത്തോടനുബന്ധിച്ച് മാതൃഭക്തിയിൽ വളരുവാനായിട്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. മെയ് മാസ വണക്കം നമ്മുടെ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് വരും തലമുറയെ, നമ്മുടെ മക്കളെ ദൈവമാതാവുടെ ഭക്തിയിൽ വളർത്തുന്നതിനും വിശ്വാസത്തിൽ വളർത്തുന്നതിനും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. മെയ് മാസ വണക്കത്തോടനുബന്ധിച്ച് മാതാവിൻ്റെ രൂപക്കൂടുകളും ഒക്കെ പുഷ്പങ്ങളാൽ അലങ്കരിക്കുകയും മെയ് മാസ വണക്കത്തിൻ്റെ പ്രാർത്ഥനകളും പാട്ടുകളുമൊക്കെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് മാതാവിന്റെ ഭക്തിയിലും വിശ്വാസത്തിലും വളരുവാനുള്ള വലിയൊരു അവസരമാണ്. അതുകൊണ്ട് കുടുംബങ്ങളിൽ ഈ മെയ് മാസ വണക്കം ഭക്തിയോടുകൂടെ ആചരിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദേവദൂതൻ പരിശുദ്ധ മറിയത്തിന്റെ പക്കലേക്ക് ചെന്നിട്ട് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് മറിയത്തെ വിളിച്ചത്. ഒരു ദൂതൻ നമ്മുടെ പക്കലേക്ക് വന്നിട്ട് നമ്മളെ എന്തായിരിക്കും വിളിക്കുക എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോഴാണ് പരിശുദ്ധ കന്യാമറിയവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുക. പരിശുദ്ധ മറിയം ദൈവകൃപയാൽ നിറഞ്ഞ് ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എലിസബത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി തിടുക്കത്തിൽ യാത്രയാവുകയാണ്. നമ്മളും ദൈവകൃപയാൽ നിറഞ്ഞ് ഈശോയെ നിറയുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലാനും സമൂഹത്തിന്, സഭയ്ക്ക്, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുക. നമുക്ക് ദൈവകൃപയാൽ നിറയാനുള്ള വഴികളാണ് ദൈവവചന വായന. വചനം വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും എഴുതുകയും ധ്യാനിക്കുകയും പ്രഘോഷിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നാം അറിയാതെ നമ്മൾ വിശുദ്ധീകരണം സംഭവിച്ചുകൊണ്ടിരിക്കും. അതുപോലെ പ്രാർത്ഥന, നമ്മുടെ അനുദിന പ്രാർത്ഥനകൾ ദൈവകൃപയിൽ നിറയാനുള്ള ഒരു വഴിയാണ്. അതുപോലെ ഉദാസകളുടെ സ്വീകരണങ്ങൾ, ഇങ്ങനെ പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും ഉദാസകളിലൂടെയും ദൈവകൃപയാൽ നിറയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ അമ്മയുടെ മാധ്യസ്ഥം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.